നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. CPIക്ക് വമ്പൻ തിരിച്ചടിയായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ പാർട്ടി വിട്ട് BJPയിലേക്ക് ചേക്കേറിയ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തച്ചമ്പാറ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ജോർജ് തച്ചമ്പാറയാണ് BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് കോഴിക്കോട് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ് ജോർജ്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജോർജ് തച്ചമ്പാറയെയും സഹപ്രവർത്തകരെയും ഷാളണിയിച്ച് സ്വീകരിച്ചു. കഴിഞ്ഞ 25 വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. ജോർജിന് പുറമെ മേഖലയിൽ നിന്ന് കൂടുതൽ പേർ CPI വിട്ട് BJPയിലേക്ക് വരും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്കൊപ്പം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 15ഓളം പേരാണ് BJPയിലേക്ക് എത്തുന്നത്. CPIയുടെ ഇപ്പോഴത്തെ പോക്ക് വളരെയധികം അപകടകരമാണെന്നും LDF ഭരിക്കുന്ന തച്ചമ്പാറ പഞ്ചായത്തിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നും മുന്നണിയിലെ പ്രശ്നത്തെ തുടർന്നാണ് രാജിയെന്നും ജോർജ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് BJPയിൽ ചേരാൻ കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇടതുമുന്നണിയെയും CPIയെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള BJPയുടെ നിർണായക നീക്കം വന്നിരിക്കുന്നത്. അനുഭാവികളില്ല, മറിച്ച് ലോക്കൽ സെക്രട്ടറിയും കൂട്ടരും പാർട്ടി വിടുന്നതും അവർ BJPയിൽ ചേരുന്നതും CPIയെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് വഴിവെച്ചിരിക്കുന്നത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നതിനായി കെ സുരേന്ദ്രൻ ജില്ലയിൽ തന്നെയുണ്ട്. അതിനിടയിലാണ് ജോർജ് BJPയിലേക്ക് എത്തുന്നത്. പാലക്കാട് BJP വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും തിരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിച്ചാലും പാർട്ടി സജ്ജമാണ് എന്നും സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട്. നേരത്തെ ജാതി അധിക്ഷേപത്തിൽ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് CPI ഇടത്വ ലോക്കൽ സെക്രട്ടറിയായ KC സന്തോഷ് പാർട്ടി വിട്ട് BJPയിൽ ചേർന്നിരുന്നു. മുൻ കേന്ദ്ര മന്ത്രി ഹർഷവർദ്ധനിൽ നിന്നായിരുന്നു സന്തോഷ് BJP അംഗത്വം സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് ജോർജ് തച്ചമ്പാറ BJPയിൽ എത്തുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ BJPയുടെ ശക്തമായ സ്വാധീനത്തിന് ആക്കം കൂട്ടുന്ന തീരുമാനമാണിതെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ ഷാഫി പറമ്പലിനോട് അവസാന നിമിഷം നേടിയ ഭൂരിപക്ഷത്തിനായിരുന്നു മെട്രോമാൻ E ശ്രീധരൻ പരാജയപ്പെട്ടത്. ഇക്കുറി ആ ചരിത്രം മാറ്റി എഴുതി പാലക്കാട് പിടിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് ഈ നീക്കം സഹായകരമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. തൃശൂരിലെ വമ്പൻ പരാജയത്തിന്റെ ക്ഷീണം മാറാത്ത CPIക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കൂടുമാറ്റം തിരിച്ചടിയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. VS സുനിൽകുമാറിനെ പോലെ ഒരു ജനകീയനെ രംഗത്തിറക്കിയിട്ട് പോലും BJPക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നതിന്റെ ഞെട്ടലിലാണ് CPI നേതൃത്വം ഇപ്പോഴുള്ളത്. പുതിയ സംഭാവന വികസനങ്ങൾ ഇടതുമുന്നണിയിൽ ചർച്ചകൾക്ക് തുടക്കമിടുന്നു തന്നെയാണ് സൂചനകളും വ്യക്തമാക്കുന്നത്.